എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിത് കാണുന്ന ദിവസം, ഇത് ടൈംലെസ് റീഡിംഗ് ആണ്. അതുകൊണ്ട് നിങ്ങളിത് കാണുന്ന ദിവസം മുഴുവൻ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കാൻ പോകുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. ഇന്നലെ നമ്മൾ ലേറ്റ് നൈറ്റ് തോട്ട്സ് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇത് ദിവസം മുഴുവൻ ഇവർ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. 2 പൈലായിട്ട് തന്നെ നോക്കിത്തരാം. 2 പൈലായിട്ട് തന്നെ നോക്കിത്തരാം. 2 നമ്പേഴ്സ് സ്ക്രീനിൽ കൊടുത്തേക്കാം. ഇന്ന് നമുക്ക് 222, 999 എടുക്കാം. 222, 999 ഇത് രണ്ടിൽ ഏതെങ്കിലും ഒരു നമ്പർ ചൂസ് ചെയ്തോളാം. സ്ക്രീനിൽ കൊടുത്തേക്കാം നമ്പർ. ചൂസ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ പേഴ്സൻ്റെ തോട്ട്സ് നിങ്ങൾക്കായിട്ട് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഓർക്കുക, ഇതൊരു ജനറൽ ടൈംലെസ് കളക്റ്റീവ് റീഡിംഗ് ആണ്. എത്രത്തോളം നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നു അത്രത്തോളം മാത്രം എടുക്കുക. ഫോഴ്സ്ഫുള്ളി റീഡിങ്ങുമായി റെസനേറ്റ് ചെയ്യാതിരിക്കുക. ഇത് നിങ്ങളുടെ പേഴ്സണൽ റീഡിംഗ് അല്ല. പേഴ്സണൽ റീഡിംഗ് എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് യഥാർത്ഥ സിറ്റുവേഷൻ എന്താണെന്നൊക്കെ അറിയാൻ സാധിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് എന്ത് തന്നെ വന്നാലും അതിനെക്കുറിച്ച് ഓവറായിട്ട് ടെൻഷൻ അടിക്കുകയോ വിഷമിക്കോ കരയോ അങ്ങനെയൊന്നും പാടില്ല കേട്ടോ. എല്ലാം പോസിറ്റീവായി വരുമെന്ന് തന്നെ ഉറച്ച് വിശ്വസിക്കുക. ഓക്കെ, തുടങ്ങാം നമുക്ക്. ഡിവൈൻ എൻ്റെ വ്യൂവേഴ്സ് തിരഞ്ഞെടുത്ത നമ്പർ 222 ആണ്. അവരുടെ പേഴ്സൺ അവരിത് കാണുന്ന ദിവസം, എൻ്റെ വ്യൂവേഴ്സ് ഈ വീഡിയോ കാണുന്ന ദിവസം അവരുടെ പേഴ്സൺ അവരെക്കുറിച്ച് എന്താണ് ചിന്തിക്കാൻ പോകുന്നതെന്ന് കാണിച്ചത് എടുക്കുകയാണേ. 3 of Wands, Sun, World, Hermit, 10 of Pentacles, Lovers. തോട്ട്സിലും ഫീലിങ്സിലും ലവേഴ്സ് നമുക്ക് കിട്ടാതിരിക്കില്ല അല്ലേ. 4 of Swords, Empress, 7 of Cups, Judgment, 2 of Pentacles. മിക്സ്ഡ് എനർജി ആയിട്ടാണ് വരുന്നത്, വളരെ മിക്സ്ഡ് എനർജി ആയിട്ടാണ് വരുന്നത്. Temperance, 4 of Wands. അറ്റ്ലീസ്റ്റ് ബേസ് കാർഡ് വന്നിട്ട് 4 of Wands ആണ്, പോസിറ്റീവ് കാർഡാണ് വന്നിരിക്കുന്നത്. 3 of Pentacles ആൻഡ് 2 of Pentacles വെച്ചിട്ട് പലർക്കും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇവിടെ ഉള്ളതായിട്ട് കാണുന്നു. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും ലോങ് ഡിസ്റ്റൻസ് ആണ് എന്നും കാണുന്നുണ്ട്. എന്തൊക്കെ തന്നെ ആയാലും നിങ്ങൾ അവരുടെ ലൈഫിൽ ഒരുപാട് പോസിറ്റിവിറ്റിയുമായിട്ട് കടന്നു വന്ന ഒരാളാണ് എന്ന് തന്നെ ഇവർ വിശ്വസിക്കുന്നു. നിങ്ങൾ അവരുടെ ലൈഫിൽ വന്നതിന് ശേഷം അവർക്ക് ഒരുപാട് നല്ല മാറ്റങ്ങൾ അവരുടെ ജോബിലായാലും ജീവിതത്തിലായാലും ഒരുപാട് നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ അവർക്ക് സാധിച്ചു. നിങ്ങളുടെ സപ്പോർട്ടോടു കൂടിയാണ് അത് സാധിച്ചത്. അപ്പോൾ നിങ്ങൾ അവരുടെ ജീവിതത്തിലെ വെളിച്ചമാണെന്ന് തന്നെ അവർ ഉറച്ചു വിശ്വസിക്കുന്നു കേട്ടോ. വേൾഡ് വെച്ചിട്ട് വീണ്ടും ലോങ് ഡിസ്റ്റൻസ് ആണ് എന്ന് തന്നെ കാണിക്കുന്നു. അവിടെ നിങ്ങളെ വല്ലാതെ മിസ്സ് ചെയ്യുന്നതായിട്ട്, ലോങ് ഡിസ്റ്റൻസിൽ ഇരുന്ന് നിങ്ങളെ വല്ലാതെ മിസ്സ് ചെയ്യുന്നതായിട്ടും അവിടെ കാണുന്നുണ്ട്. ഒറ്റപ്പെട്ട ഒരു ഫീലിങ്ങിൽ അവരവിടെ ഇരിക്കുകയാണ് കേട്ടോ. തേർഡ് പാർട്ടി സിറ്റുവേഷനും പലർക്കും കാണുന്നുണ്ട്. തേർഡ് പാർട്ടി ഒരുപക്ഷെ ഇവരുടെ ഫാമിലി ആയിരിക്കാനും സാധ്യതയുണ്ട് കേട്ടോ. ഫാമിലി പാരൻസ് ആയിരിക്കാം, സ്പൗസ് ആയിരിക്കാം, സ്പൗസ് കുട്ടികൾ, അങ്ങനെ പാരൻസും ആയിരിക്കാം കേട്ടോ. അങ്ങനെയാണ് കാണുന്നത്. പാരൻസിനെ സപ്പോർട്ട് ചെയ്യുക, ഫൈനാൻഷ്യലി പാരൻസിനെ മാത്രമല്ല കുടുംബത്തിനെ ഫൈനാൻഷ്യലി സപ്പോർട്ട് ചെയ്യുക എന്നൊരു ഭാരം അവരുടെ ചുമലിലുണ്ട്. അവരതിനെപ്പറ്റി കൂടിയും ചിന്തിക്കും കേട്ടോ. അതുകൊണ്ടാണ് ഇവർ ലോങ് ഡിസ്റ്റൻസിൽ പോയി ഇരിക്കേണ്ട ഒരു സാഹചര്യം വന്നിരിക്കുന്നത്. സമ്പാദിക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യം അവർക്ക് ഉണ്ട്. തീർച്ചയായിട്ടും എല്ലാവർക്കും തന്നെ ഉണ്ട് അല്ലേ. ജോലി കിട്ടിയിരിക്കുന്നത് പുറത്താണ്, നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് നിന്നും ദൂരെയാണ്. ഒന്നുകിൽ ഇന്ത്യക്കകത്ത് തന്നെ ആയിരിക്കും, വേറെ എവിടെയെങ്കിലും ആയിരിക്കും, അല്ലെങ്കിൽ കടൽ കടന്ന് അപ്പുറത്ത് ലൈക്ക് വേൾഡ് വൈഡായിട്ട് വേറെ എവിടെയെങ്കിലും ആയിരിക്കും. എവിടെ തന്നെ ഇരുന്നാലും എന്ത് തന്നെ സിറ്റുവേഷൻ ആയിരുന്നാലും അവർ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. കാരണം ലവേഴ്സ് കാർഡ് വന്നിരിക്കുന്നു. ഒരുപാട് സ്നേഹത്തോടെയാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. നിങ്ങൾ അവരുടെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്, സോൾമേറ്റ് ആണ്, ട്വിൻ ഫ്ലെയിം ആണെന്നൊക്കെ ഇവർക്ക് തോന്നാറുണ്ട് കേട്ടോ.
ഈ ലോങ് ഡിസ്റ്റൻസും ഈ പിരിഞ്ഞിരിക്കുന്നതും അതുപോലെ ജോലിയുടെ സ്ട്രെസ്സും എല്ലാം കൂടി തന്നെ ഇവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് ഒരുപാട്. ഇവർക്ക് ഒരുപാട് സ്ട്രെസ്സ് ഫീൽ ചെയ്യുന്നുണ്ട്. പലർക്കും ഉറക്കമില്ലായ്മ, ആൻസൈറ്റി, അങ്ങനെ ഓവർ തിങ്കിങ്, അതിൽ കൂടെയൊക്കെ പലരും കടന്നു പോകുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ പേഴ്സൺ അവിടെ നിങ്ങളാണ് അവരുടെ ഒരു ഹോപ്പ്. നിങ്ങൾ ഒരുപാട് പോസിറ്റിവിറ്റി അവർക്ക് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കെയർ, നിങ്ങളെ കാണാനും നല്ല ഒരാളായിരിക്കണം. നിങ്ങളുടെ സ്വഭാവം ഭയങ്കര സ്വീറ്റായിട്ട് ഒരു സ്വഭാവമുള്ള ഒരാളായിരിക്കണം നിങ്ങൾ. അതേപോലെ നിങ്ങൾ കൊടുക്കുന്ന കെയർ, സപ്പോർട്ട്, നർച്ചറിങ് ഒന്നും ഇവർ മറ്റാരിൽ നിന്നും തന്നെ അനുഭവിച്ചിട്ടില്ല. ഇവർക്ക് നിങ്ങളെ ഒരുപാട് മതിപ്പാണ്, സ്നേഹമാണ്. ഇവർ നിങ്ങളെ വളരെ ഉയർന്ന ലെവലിലാണ് ഇവരുടെ ലൈഫിൽ വെച്ചിരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്കൊരു റീപ്ലേസ്മെൻ്റ് ഒന്നും അവരുടെ ലൈഫിൽ ഇല്ല. നിങ്ങളല്ലാതെ അവർക്ക് വേറെ ആരും ഒരു പാർട്ട്ണറായിട്ട് വേണ്ട. അവരുടെ കുഞ്ഞുങ്ങളുടെ അമ്മ, അച്ഛൻ, അങ്ങനെയൊക്കെ നിങ്ങളെയാണ് അവർ സങ്കല്പിക്കുന്നത് കേട്ടോ. ഇവർക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് ലൈഫിൽ. ഫൈനാൻഷ്യലായിട്ടും അല്ലാതെയും എല്ലാം ഇവർക്ക് ലൈഫിൽ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഓവർ തിങ്കിങ്ങിൻ്റെ ഒരു പ്രശ്നം ഇവർക്ക് വരുന്നുണ്ട് കേട്ടോ. അതുപോലെ നിങ്ങളുടെ കാര്യത്തിലും ഇവർ ഓവർ തിങ്കിങ് ആണ്. ലോങ് ഡിസ്റ്റൻസിലായതുകൊണ്ട് തന്നെ ഇവർ എപ്പോഴും ഒരു ഓവർ തിങ്കിങ്ങിൻ്റെ ഇതിലാണ്, ഒരു ഇൻസെക്യൂരിറ്റിയുടെയും എല്ലാം ഒരു ഇതിലാണ് കിടക്കുന്നത്. ജഡ്ജ്മെൻറ്റ് വെച്ചിട്ട് വീണ്ടും നിങ്ങൾ അവരുടെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് എന്ന് തന്നെ അവർക്ക് തോന്നാറുണ്ട് കേട്ടോ. ചിലരുടെ ലൈഫിൽ ഒരു കേസ് നടക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ആ കേസിൻ്റെ വിധി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ടും കാണുന്നു. അതൊരു തേർഡ് പാർട്ടി റിലേറ്റഡ് ആയിട്ടുള്ള കേസാണ്. സെപ്പറേഷൻ കേസൊക്കെ ആയിരിക്കണം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ ഒരു ജഗ്ലിങ് അവർ ഫേസ് ചെയ്യുന്നുണ്ട്. അതിനെപ്പറ്റി കൺഫ്യൂസ്ഡായിട്ട് ആലോചിക്കുന്നതായിട്ടും കാണുന്നു. കാരണം വിധി കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട ഒരു സാഹചര്യമാണ്. അതിൻ്റെ ഒരു സ്ട്രെസ്സും ഇവർ ഫേസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ടെമ്പറൻസ് വെച്ചിട്ട് എന്തൊക്കെ തന്നെ സിറ്റുവേഷൻ ആയാലും അതെല്ലാം ഒരു ബാലൻസിലെത്തിച്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെ ഇവർ ചിന്തിക്കുന്നുണ്ട്. ഡിവൈൻ ടൈമിങ്ങിലെല്ലാം ശരിയാകും എന്ന് തന്നെ ഇവർ ഉറച്ച് വിശ്വസിക്കുന്നു കേട്ടോ. നിങ്ങൾക്ക് വേണ്ടിയും ഇവർ പ്രാർത്ഥിക്കാറുണ്ട്. എൻഡ് റിസൾട്ട് ഒരു വിഷ് ഫുൾഫിൽമെൻറ്റ് തന്നെയാണ്. സിറ്റുവേഷൻ എന്ത് തന്നെ ആയാലും അവർ നിങ്ങളുടെ ഒപ്പം ഒരു ലൈഫ്, അവരുടെ വിഷ് ഫുൾഫിൽമെൻറ്റ് നിങ്ങളാണ്. നിങ്ങൾ അവരുടെ ലൈഫിൽ എന്നും വേണം അവരുടെ പാർട്ട്ണറായിട്ട് എന്ന് തന്നെ അവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. ഇവരുടെ ഫീലിംഗ് എക്സ്പ്രസ് ചെയ്തിട്ടില്ലാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ ഒരു പക്ഷേ ഇവർ എക്സ്പ്രസ് ചെയ്യണം നിങ്ങളുടെ അടുത്തൊന്ന് പ്രപ്പോസ് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി റിലേഷൻഷിപ്പിലാണെങ്കിൽ ഒരു വിവാഹത്തിനെ കുറിച്ചൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, അതിനെപ്പറ്റിയൊക്കെ അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് കാർഡ്സ് കൂടി തരൂ ഡിവൈൻ. കൂടുതൽ കാർഡ്സ് തരും എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട്. അവരുടെ പേഴ്സൻ്റെ തോട്ട്സ് എന്താണ്, ഇന്നത്തെ ദിവസത്തെ തോട്ട്സ് എന്താണ്? സ്റ്റാർ, മജീഷ്യൻ, ഇതൊക്കെ നമുക്ക് എല്ലാ തോട്ട്സിൻ്റെ റീഡിങ്ങിലും വരുന്നതാണ് അല്ലേ. 6 ഓഫ് വാൻഡ്സ്, ഞാൻ അപ്പോഴേ പറഞ്ഞല്ലോ അവരൊരു പ്രപ്പോസൽ അങ്ങനെയൊക്കെ തന്നെയാണ് ആലോചിക്കുന്നത്. ഒരു വിവാഹം എന്നൊക്കെ തന്നെയാണ് അവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ക്വീൻ ഓഫ് കപ്സ്, വീൽ ഓഫ് ഫോർച്യൂൺ, നൈറ്റ് ഓഫ് കപ്സ്, ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിട്ട് ഇവിടെ 8 ഓഫ് വാൻഡ്സ് ആണ് അത് എടുക്കുക. ഓക്കെ, ഇവിടെ അവർ വീണ്ടും ചിന്തിക്കുന്നത് നിങ്ങൾ അവരുടെ ലൈഫിലെ വിഷ് ഫുൾഫിൽമെൻ്റ് ആണ്. നാച്ചുറലി നമ്മൾ ഓൾറെഡി കണ്ടു. നിങ്ങൾ അവരുടെ ലൈഫിൽ ഒരു സ്റ്റാർ സാന്നിധ്യമാണ്. നിങ്ങൾ ഒരുപാട് പോസിറ്റിവിറ്റി ഇവർക്ക് ലൈഫിൽ കൊടുത്തിട്ടുണ്ട്. ഇവർ നല്ല കാര്യങ്ങൾ നിങ്ങൾ അവർക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. എപ്പോഴും ഇവർ തളർന്ന് നിൽക്കുന്ന സമയത്തൊക്കെ നിങ്ങളാണ് താങ്ങും തണലുമായിട്ട് നിന്നിരിക്കുന്നത്. അതിൻ്റെ നന്ദിയും സ്നേഹവും അവർക്ക് എന്തായാലും നിങ്ങളുടെ അടുത്തുണ്ട് കേട്ടോ. നിങ്ങളെന്നും അവരുടെ ലൈഫിൽ വേണം എന്ന് അവർ തീർച്ചയായും ചിന്തിക്കുന്നുണ്ട്. ഇവരെന്ത് ചെയ്യുമ്പോഴും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ തുടർച്ചയായിട്ട്, ഇവരുടെ ആ ഇൻഫിനിറ്റിയുടെ സൈൻ കണ്ടില്ലേ, അതുപോലെ ഒരു ലൂപ്പ് പോലെ നിങ്ങളുടെ ചിന്തകൾ തിരിച്ചും മറിച്ചും ഇവരുടെ മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇവരെന്ത് ജോലി ചെയ്യുമ്പോഴും അതെ, ബാക്ക് ഓഫ് ദി മൈൻഡിൽ നിങ്ങളുടെ തോട്ട്സ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. നിങ്ങൾക്കൊരു പ്രപ്പോസൽ, ഒരു കല്യാണം, എല്ലാം അങ്ങനെ ഒരു മണവാളൻ വരുന്ന പോലില്ലേ കാർഡ് 6 ഓഫ് വാൻഡ്സ്. അവിടെ നിങ്ങളുമായിട്ട് ഒരു വിജയകരമായ ജീവിതം വേണം എന്ന് തന്നെ അവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ.
ക്വീൻ ഓഫ് കപ്സ് വെച്ച് വളരെ ഇമോഷണൽ ആയിട്ടാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചിരുന്നത്. ലോങ് ഡിസ്റ്റൻസ് ആണ്, സ്ട്രെസ് ഉണ്ടെന്നൊക്കെ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ ആ വളരെ ഇമോഷണലായിട്ട് സ്നേഹത്തോടെയും കൂടി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതായിട്ട്, ഈ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്ത് നിങ്ങളുടെ അടുത്തേക്ക് എത്തണം അല്ലേ, അതിനെക്കുറിച്ച് അവർ വളരെ ഇമോഷണലായിട്ട് ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. ഈ സമയവും മാറി വരും, എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്ത് നിങ്ങളുടെ അടുത്തേക്ക് എത്താൻ സാധിക്കും എന്ന് തന്നെ അവർ ഉറച്ചു വിശ്വസിക്കുന്നു കേട്ടോ. അതിനെപ്പറ്റിയും അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു. എത്രയും വേഗം ഈ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്ത് നിങ്ങളുടെ അടുത്തേക്ക് എത്തണം എന്ന് തന്നെ അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ എന്തെങ്കിലും രീതിയിൽ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഒരു ക്ഷമാപണമൊക്കെ ആയിട്ട്, ഒരു ഗിഫ്റ്റൊക്കെ ആയിട്ട് നിങ്ങളെ കാണാൻ വരണം എന്ന് തന്നെയാണ് ഇവർ ആലോചിക്കുന്നത് കേട്ടോ. നിങ്ങൾക്കൊരു കോൾ, മെസ്സേജ് അല്ലെങ്കിൽ ഇൻ പേഴ്സൺ നിങ്ങളെ വന്ന് കാണാനും എല്ലാം ഇവർക്ക് ചിന്തയുണ്ടായിരുന്നു. നിങ്ങളെ വന്ന് കാണണം, സംസാരിക്കണം, കമ്മ്യൂണിക്കേഷനിൽ വരണം, നിങ്ങളിൽ നിന്നൊരു മെസ്സേജ് ഇവർ പ്രതീക്ഷിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ടും കാണുന്നു. ഓക്കെ, ഇതായിരുന്നു 222കാരുടെ 222 ചൂസ് ചെയ്ത വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ഇന്നത്തെ ഫീലിങ്സ്. ഇനി നമുക്ക് 999 ചൂസ് ചെയ്തവർക്ക് ഉള്ള റീഡിങ് നോക്കാം. നിങ്ങൾ ചൂസ് ചെയ്തത് 999 ആണെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ നിങ്ങളിത് വീഡിയോ കാണുന്ന ദിവസത്തെ നിങ്ങളോടുള്ള തോട്ട്സ് എന്താണ്, നിങ്ങളെ പറ്റിയുള്ള തോട്ട്സ് എന്താണ് നമുക്ക് നോക്കാം. ഓക്കെ, ഡിവൈൻ പ്ലീസ് ഗൈഡ്. എൻ്റെ വ്യൂവേഴ്സ് ചൂസ് ചെയ്ത നമ്പർ 999 ആണ്. ഇവരിത് കാണുന്ന ദിവസം, ഈ വീഡിയോ കാണുന്ന ദിവസം എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ തോട്ട്സ് എന്താണ് അവർക്കായിട്ട്. എൻ്റെ വ്യൂവേഴ്സ് ഈ വീഡിയോ കാണുന്ന ദിവസം എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് തോട്ട്സ് എന്താണ് അവർക്ക് വേണ്ടിയിട്ട്. എൻ്റെ വ്യൂവേഴ്സ് ഈ വീഡിയോ കാണുന്ന ദിവസത്തെ തോട്ട്സ് എന്താണ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ അവർക്കായിട്ട്. എടുക്കാനേ 6 of Swords, King of Cups, 4 of Swords, Star, Queen of Wands, 3 of Swords, 6 of Pentacles, Lovers, Ace of Cups, good, 8 of Pentacles. അത് നമുക്ക് ക്ലാരിഫൈ ചെയ്യാം കേട്ടോ. 3 of Swordsൻ്റെ കാര്യം എന്താണെന്നുള്ളത് നമുക്ക് ക്ലാരിഫൈ ചെയ്യാം. 2 of Cups, Page of Cups, ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിട്ട് ജഡ്ജ്മെൻറ്റ്. അതിൻ്റെ തൊട്ട് താഴെ ഉണ്ടായിരുന്നത് 9 of Cups ആയിരുന്നു കേട്ടോ. വിഷ് ഫുൾഫിൽമെൻറ്റിൻ്റെ കാർഡായിരുന്നു. ഞാനൊന്ന് നോക്കട്ടെ. അങ്ങ് ക്ലാരിഫൈ 3 of Swords, ക്ലാരിഫൈ 3 of Swords, clarify 3 of Swords. Wheel of Fortune, clarify 6 of Swords. നിങ്ങളുടെ പേഴ്സൺ ഒരു യാത്ര വേണ്ടി വരുന്നതായിട്ട് കാണുന്നു. ക്ലാരിഫൈ 6 of Swords. ടെമ്പറൻസ്, അവരുടെ ഇമോഷൻസിന് ഒരു ബാലൻസ് കണ്ടെത്താൻ വേണ്ടിയിട്ട് അവരൊന്ന് യാത്ര ചെയ്യുന്നത് പോലെ, ഓവർ ഇമോഷണലായിട്ടൊക്കെ അവർ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒന്ന് ശാന്തമാകാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ യാത്ര ചെയ്യുന്നതായിട്ട് കാണുന്നു. ക്ലാരിഫൈ 8 of Pentacles, ക്ലാരിഫൈ 8 of Pentacles. ജോലി തിരക്കാണ് എന്നൊക്കെ തന്നെയാണ് അവിടെ കാണുന്നത്. 9 of Cups, ഈ കാർഡ് വരണം എന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ തൊട്ട് താഴെ ഇതായിരുന്നു. ഞാൻ ഇപ്പോൾ ഷഫിൾ ചെയ്തപ്പോൾ അത് അകത്തേക്ക് പോയി. ഓക്കെ, ഇവിടെ അതും കൂടെ ഒന്ന് ഒരു മിനിറ്റ്. ക്ലാരിഫൈ 4 of Swords. 4 of Swords എന്തിനാണ് അവിടെ? King of Wands. ഓക്കെ, സ്നേഹം കൊണ്ടുള്ള ഉറക്കമില്ലായ്മയാണ്, കുഴപ്പമൊന്നുമില്ല. അതായത് കിങ് ഓഫ് വോൺസും ക്വീൻ ഓഫ് വോൺസും ഒരേ റീഡിങ്ങിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അവർ നിങ്ങളെ അവരുടെ ലൈഫ് പാർട്ട്ണറായിട്ട് നിങ്ങളെയാണ് കാണുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ വളരെ സ്ട്രെസ്ഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം അവിടെ ആങ്സൈറ്റി, ഉറക്കമില്ലായ്മ അങ്ങനെയൊക്കെ നിങ്ങളിൽ നിന്ന് വിട്ടിരിക്കുകയാണ്. ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കാനും സാധ്യതയുണ്ട് നിങ്ങളുടെ ഇടയിൽ. ഒരുപാട് സ്നേഹം മനസ്സിൽ തോന്നുന്ന സ്നേഹം മനസ്സിൽ കൂടിയിട്ട് അവർക്ക് നമുക്ക് വല്ലാതെ അൺഈസി ആയിട്ട് ഫീൽ ചെയ്യുമല്ലോ. ഒരുപാട് സ്നേഹമുണ്ട്, നിങ്ങളെ വന്ന് കാണാനും പറ്റുന്നില്ല. ഒരു പക്ഷേ അതിന് ഒരു ശമനം കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളെ കാണാനുള്ള യാത്രയായിരിക്കാം.
അല്ലെങ്കിൽ അമ്പലം, പള്ളി, അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ യാത്ര വേണ്ടി വരുന്നതായിട്ട് കാണുന്നു. നിങ്ങളുടെ റിലേഷൻഷിപ്പിനും ഒരു ബാലൻസ് കിട്ടാൻ വേണ്ടിയിട്ട്, അവരുടെ മനസ്സിന് തന്നെ ഒന്ന് ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ യാത്ര അവർ പോകുന്നതായിട്ട് കാണുന്നു കേട്ടോ. അതിനെപ്പറ്റി അവർ ചിന്തിക്കുന്നുണ്ട്. കൂടുതലായും അമ്പലം, പള്ളി അങ്ങനെയാണ് കാണുന്നത്. ഹീലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു യാത്രയായിട്ടും കാണുന്നു. എന്ത് തന്നെ ആയാലും ഈ ഒരു യാത്ര കൊണ്ട് ഇവർക്ക് ബെനിഫിറ്റ് ഉണ്ടാകും, മനസ്സൊന്ന് ശാന്തമാകുമെന്ന് തന്നെ ഇവർ വിശ്വസിക്കുന്നുണ്ട് കേട്ടോ. ഒന്നുകിൽ ഇത് നിങ്ങളെ വന്ന് കാണാനുള്ളതായിരിക്കും, വന്ന് കണ്ടാൽ ഒരു സമാധാനം കിട്ടുമല്ലോ, അങ്ങനെയും ആയിരിക്കാം കേട്ടോ. അങ്ങനെ ഒരു യാത്ര അവർക്ക് വരുന്നതായിട്ട് കാണുന്നു. അവരതിനെപ്പറ്റി ചിന്തിക്കുന്നുണ്ടായിരുന്നു. കിങ് ഓഫ് കപ്സ് വെച്ച് ഒരുപാട് സ്നേഹമാണ്, അതൊരു സംശയവും വേണ്ട അല്ലേ. ഒരുപാട് സ്നേഹത്തോടെ തന്നെ നിങ്ങൾ ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇവർക്ക് രാത്രി ഉറക്കമൊന്നുമില്ല, ഇവരെ എണീറ്റിരുന്ന് നിങ്ങളെപ്പറ്റി തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം കിങ് ഓഫ് വോൺസ് ആണ്. കിങ് ഓഫ് കപ്സും കിങ് ഓഫ് വോൺസും അട്രാക്ഷനും തോന്നുന്നുണ്ട് ഇവർക്ക് നിങ്ങളോട്. കിങ് ഓഫ് കപ്സ് വെച്ചിട്ട് ഇവിടെ ക്വീൻ ഓഫ് വോൺസും കിങ് ഓഫ് വോൺസും വന്നവിടെ ഇവിടെ ഒരു പാർട്ട്ണർ എന്നുള്ള രീതിയിൽ തന്നെയാണ്, ലൈഫ് പാർട്ട്ണർ എന്നുള്ള രീതിയിലാണ് ഇവിടെ കാണുന്നത്. അപ്പം നാച്ചുറലി ഒരു ലൈഫ് പാർട്ട്ണറോട് അട്രാക്ഷനും ഉണ്ടായിരിക്കുമല്ലോ, അതുപോലെ അട്രാക്ഷനും തോന്നുന്നുണ്ടായിരുന്നു. ഇവർക്ക് ഉറക്കമില്ല, സ്നേഹം മനസ്സിൽ കൂടിയിട്ട് ഉറക്കമില്ലാത്തൊരവസ്ഥ, നിങ്ങളെപ്പറ്റി തന്നെ ചിന്തിച്ച് ഇരിക്കുന്ന ഒരവസ്ഥയാണ് ഇവർക്ക് കാണുന്നത് കേട്ടോ. ദ സ്റ്റാർ വെച്ചിട്ട് നിങ്ങൾ അവരുടെ ലൈഫിൽ ഒരു സ്റ്റാർ സാന്നിധ്യമാണ്. ഒരുപാട് നല്ല കാര്യങ്ങൾ നിങ്ങൾ വന്നതിന് ശേഷം അവർക്ക് ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട്. നിങ്ങൾ അവരുടെ ഒരു ലക്കി ചാമാണെന്നൊക്കെ തന്നെ ഇവർ വിചാരിക്കുന്നു കേട്ടോ. നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ എല്ലാം നല്ലതായി വരുമെന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇന്ന് അവരുടെ കൂടെ വേണം എന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ക്വീൻ ഓഫ് വോൺസ് വെച്ചിട്ട് കിങ് ഓഫ് വോൺസിൻ്റെ തന്നെ ഒരു റിഫ്ലക്ഷനാണ്. അത് വീണ്ടും നിങ്ങളും പരസ്പരം അട്രാക്റ്റഡ് ആണ് എന്ന് തന്നെയാണ് കാണുന്നത്. ഈക്വലി അട്രാക്റ്റഡ് ആയിട്ടാണ് കാണുന്നത് കേട്ടോ. നിങ്ങളും അവർ നിങ്ങളുടെ ലൈഫ് പാർട്ട്ണറായിട്ട് തന്നെയാണ് കാണുന്നത്. അവർക്കത് അറിയുകയും ചെയ്യും. അവർ പരസ്പര സ്നേഹമാണ് എന്ന് അവർക്ക് നന്നായി തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങളെ റെസ്പെക്റ്റുമാണ്, നിങ്ങൾക്ക് തിരിച്ചും അവർ റെസ്പെക്റ്റാണ് കേട്ടോ. നിങ്ങൾ രണ്ടുപേരും കഴിവുകളുള്ള ആൾക്കാരാണ്. രണ്ടുപേരും അവരവരുടെ പരസ്പരമുള്ള കഴിവുകളെ ബഹുമാനിക്കുകയും ആദരിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിനോടൊപ്പം തന്നെ സ്നേഹവുമാണ്. ഓക്കെ, വീൽ ഓഫ് ഫോർച്യൂൺ, 3 ഓഫ് സോർട്സും വീൽ ഓഫ് ഫോർച്യൂൺ വെച്ച് ചിലർക്കെങ്കിലും അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളതായിട്ട് കാണുന്നു. ഓക്കെ, പക്ഷേ ഇവർ ഉറച്ചു വിശ്വസിക്കുന്നു ഈ സിറ്റുവേഷൻ മാറി വരും, ഒരു പോസിറ്റിവിറ്റിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ ഇവർക്ക് സാധിക്കുമെന്ന് തന്നെ ഇവർ ഉറച്ച് വിശ്വസിക്കുന്നതായിട്ടും കാണുന്നു. അങ്ങനെ അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്ത് തന്നെ സിറ്റുവേഷൻ ആയാലും കുറച്ചൊന്ന് വെയിറ്റ് ചെയ്താൽ ഈ സിറ്റുവേഷൻ മാറി വരും, ഒരു പോസിറ്റിവിറ്റിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ സാധിക്കും, അവിടെ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്യാൻ സാധിക്കും എന്ന് തന്നെ ഇവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു. നിങ്ങളുമായി ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൽ എത്തണം എന്നും ഇവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു. അതായത് സ്നേഹം തന്ന് സ്നേഹം കൈപ്പറ്റുക എന്നുള്ളൊരവസ്ഥ. അതേപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള ഫൈനാൻഷ്യൽ ഹെൽപ്പും നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസിൽ നിങ്ങൾക്ക് ഒരു താങ്ങും തണലുമായി കൂടെ നിൽക്കണം എന്ന് തന്നെ ഒരു ശരിയായ ഒരു പാർട്ട്ണർ, ഒരു ലൈഫ് പാർട്ട്ണർ അങ്ങനെയല്ലേ ചെയ്യുക. നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി നിങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യും അല്ലേ, അത് ചെയ്യണം എന്നവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു. ലവേഴ്സ് വെച്ചിട്ട് പ്രത്യേകിച്ച് പറയണ്ടല്ലോ, നിങ്ങളൊരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്, ട്വിൻ ഫ്ലെയിം ആണ്, സോൾമേറ്റ് ആണ് എന്നൊക്കെ ഇവർക്ക് എപ്പോഴും തോന്നാറുണ്ട്, ഇപ്പോഴും തോന്നുന്നുണ്ട്. നിങ്ങൾ അവരുടെ വീണ്ടും ഒരു ലൈഫ് പാർട്ട്ണർ, അട്രാക്ഷൻ, ലവ് ഒക്കെ തന്നെയാണ് ഇവിടെ കാണുന്നത് കേട്ടോ. ഏസ് ഓഫ് കപ്സ് വെച്ച് മനസ്സ് നിറഞ്ഞു കവിഞ്ഞ് തുളുമ്പുന്ന സ്നേഹമാണ്. അതുകൊണ്ടാണ് ഈ ഉറക്കമില്ലാത്തതും ഇങ്ങനെ അൺഈസി ആയിട്ട് ഫീൽ ചെയ്യുന്നതും ഒക്കെ. അവർക്ക് ആ സ്നേഹം എങ്ങനെ ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന് പോലും അറിയാൻ വയ്യാത്ത അത്രയും സ്നേഹം ഇവർക്ക് മനസ്സിൽ തോന്നുന്നുണ്ട് നിങ്ങളുടെ അടുത്ത്. ജോലിയിലും ശ്രദ്ധിക്കേണ്ട ഒരവസ്ഥയാണ്. ജോലി ഒരു സൈഡിൽ, കാരണം വിഷ് ഫുൾഫിൽമെൻറ്റിലേക്ക് എത്താൻ ഫൈനാൻസസും ആവശ്യമാണ്, അവരതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അത് മാത്രമല്ല അവർ ചിന്തിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ മെച്ചപ്പെടുത്താൻ, അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഒരു വിഷ് ഫുൾഫിൽമെൻറ്റിലേക്ക് എത്തിക്കാൻ വേണ്ടി ഇവരെന്ത് ത്യാഗവും ചെയ്യാൻ തയ്യാറാണ് എന്നും അവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. 8 ഓഫ് പെൻറ്റക്കിൾസ് അങ്ങനെയും നമുക്ക് പറയാം. ഇവർ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്ത് വർക്കും ചെയ്യാൻ റെഡിയാണ്, എന്ത് ത്യാഗവും ചെയ്യാൻ റെഡിയാണ് നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, 2 ഓഫ് കപ്സ് വെച്ചിട്ട് തീർച്ചയായും നിങ്ങളെ കാണണം, സംസാരിക്കണം, ടൈം സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ തന്നെ ഇവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു. നിങ്ങളെ കാണുക, സംസാരിക്കുക എന്നുള്ളത് മ്യൂച്വൽ ലവാണ് എന്നവർക്ക് തീർച്ചയായിട്ടും മനസ്സിലായിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളെ ഒരുപാട് മിസ്സും ചെയ്യുന്നുണ്ട്. തമ്മിൽ കാണണം, സംസാരിക്കണം, ടൈം സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ ഇവർ അതിതീവ്രമായി ആഗ്രഹിക്കുന്നുണ്ട്. പലർക്കും ഒരു റീയൂണിയൻ സാധ്യതയും വരുന്നുണ്ട്. ഓക്കെ, കാരണം ഏസ് ഓഫ് കപ്സ്, 9 ഓഫ് കപ്സ്, 2 ഓഫ് കപ്സ്, ഇത് മൂന്നും
കൂടി വരുമ്പോൾ തീർച്ചയായും ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ്. തീർച്ചയായും വളരെ സ്നേഹത്തോടെ നിങ്ങളെ കാണാൻ ഇവർ വരും എന്ന് തന്നെയാണ് കാണുന്നത്. അത് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് മെസ്സേജസ് എന്തെങ്കിലും കിട്ടാനും സാധ്യതയുണ്ട്. ഒരു കോളോ മെസ്സേജോ ഇവർ ഇൻ പേഴ്സൺ വരാനും സാധ്യതയുണ്ട് കേട്ടോ. അതുപോലെ ജഡ്ജ്മെൻറ്റ് വെച്ചിട്ട് നിങ്ങൾ അവരുടെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണെന്ന് തന്നെ ഇവർ ചിന്തിക്കുന്നു. ഡിവൈൻ ടൈമിങ്ങിൽ എല്ലാം ശരിയാവും എന്ന് തന്നെ ഇവർ ഉറച്ച് വിശ്വസിക്കുന്നു കേട്ടോ. ചിലർക്കെങ്കിലും ഒരു കേസ്, സെപ്പറേഷൻ കേസ് അങ്ങനെ എന്തെങ്കിലും നടക്കുന്നുണ്ടായിരിക്കും. അവരതിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട്. ഓക്കെ, അതിനെപ്പറ്റി ചിന്തിക്കുന്നുണ്ട്. കൂടുതലായും റീയൂണിയൻ്റെ കാര്യങ്ങളാണ് ഇവർ ചിന്തിക്കുന്നത്. നിങ്ങളൊന്ന് കോൺടാക്റ്റ് ചെയ്യണം, മെസ്സേജ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും എന്തെങ്കിലും മെസ്സേജ് വന്നിട്ടുണ്ടോ എന്നും ഇവർ നോക്കുന്നുണ്ട്. നിങ്ങളെ ഓൺലൈൻ നല്ലപോലെ തന്നെ ഇവർ ഫോളോ ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് സോഷ്യൽ മീഡിയ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഇവർ വളരെ ക്ലോസ് ആയിട്ട് തന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ വളരെ നന്നായി തന്നെ ഇവർ ഫോളോ ചെയ്യുന്നുണ്ട്. ഓക്കെ, കൂടുതലായും ഒരു മെസ്സേജ് കോളൊക്കെ വരാനുള്ള സാധ്യത അവിടെ കാണുന്നു. Give me some more cards, Divine. Please give me some more cards. Please give me some more cards. 3 of Cups വീണ്ടും തമ്മിൽ കാണാനുള്ള സാഹചര്യമാണ് അവിടെ കാണുന്നത് കേട്ടോ. സൺ സൺ 2 of Pentacles, സ്ട്രെങ്ത്, മൂൺ, സണ്ണും മൂണും ഒരുമിച്ച്, ഏസ് ഓഫ് പെൻഡക്കിൾസ്, ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിട്ട് ക്വീൻ ഓഫ് പെൻഡക്കിൾസ്. അതും എടുത്തു ഞാൻ. ഓക്കെ, ഇവിടെ വീണ്ടും 2 ഓഫ് കപ്സ് വെച്ചിട്ട് നിങ്ങളെ കാണണം, നിങ്ങളും ഒത്തിരി ടൈം സ്പെൻഡ് ചെയ്യണം, ഒരു കോഫി ഡേറ്റ് അങ്ങനെയൊക്കെ ഒരു പക്ഷേ മറ്റുള്ളവർ കൂടെ ഉണ്ടായിരിക്കാം. ഒരു റിയൂണിയൻ എന്തായാലും അവിടെ കാണുന്നുണ്ട്. മറ്റുള്ളവർ കൂടെ ഉണ്ടെങ്കിലും നിങ്ങളെ കുറച്ച് നേരം ഒന്ന് കണ്ട് സംസാരിക്കണം എന്നവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ അവരുടെ ലൈഫിൽ ഒരുപാട് പോസിറ്റിവിറ്റി കൊണ്ടുവന്ന ആളാണ് എന്നവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ വന്നതിന് ശേഷമാണ് അവർക്ക് അബണ്ടൻസ് ലൈഫിൽ ഉണ്ടായത് എന്നും ഒരുപാട് സന്തോഷങ്ങൾ ഇവരുടെ ലൈഫിൽ വന്നത് എന്നിവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. സക്സസ് ഒക്കെ കിട്ടിയത് നിങ്ങൾ വന്നതിന് ശേഷമാണ്. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ അവരുടെ ലൈഫിൽ ചെയ്യാനുണ്ട്. ഒരുപാട് ജഗ്ലിങ് സിറ്റുവേഷനിൽ കൂടി, കൺഫ്യൂഷൻസിൽ കൂടി ഇവർ ഫേസ് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. അത് അവരെ ബോദർ ചെയ്യുന്നുണ്ട്. ക്ലാരിഫൈ 2 ഓഫ് പെൻഡക്കിൾസ്. എന്താണ് അവിടെ 2 ഓഫ് പെൻഡക്കിൾസ് വരാനുള്ള സാഹചര്യം? എന്തിനെ പറ്റിയാണ് ഇവർ ജഗ്ല് ചെയ്യുന്നത്? അവിടെ ഒരു പക്ഷേ ഒരു കേസ് നടക്കുന്നുണ്ടാവും കേട്ടോ. ജസ്റ്റിസ് ആണ് വന്നത്. അവിടെ ഒരു പക്ഷേ കേസിൻ്റെ വിധി വന്നു കാണില്ല. അതിനുവേണ്ടി അവർ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ടും, എടുത്തു ചാടിയൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് അവിടെ ഒരു കൺഫ്യൂസ് സ്റ്റേജിൽ അവിടെ നിൽക്കുന്നതായിട്ടും കാണുന്നുണ്ട്. കേസിനെ പറ്റിയും അവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. സ്ട്രെങ്ത് വെച്ചിട്ട് ഈ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ അവിടെ കുറച്ച് ക്ഷമയോടെ മാത്രമേ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നും അവർ ചിന്തിക്കേണ്ട. ഓവർ തിങ്കിങ് കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വല്ലാതെ മിസ്സ് ചെയ്യുന്നുണ്ട് നിങ്ങളെ. മൂണിൻ്റെ എനർജി വെച്ചിട്ട് സങ്കടം, മിസ്സിങ് എനർജി, ഇൻസെക്യൂരിറ്റി. കാരണം അവർ ഈ സിറ്റുവേഷൻ തുടർന്ന് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഇവരെ വിട്ടുപോകുമോ എന്നുള്ളൊരു ഭയം ഇവർക്ക് ഉണ്ട്. അതിനെപ്പറ്റിയും അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു. എന്തൊക്കെ തന്നെ ആയാലും നിങ്ങളുമായി ഒരു ന്യൂ ബിഗിനിങ് വേണം എന്ന് തന്നെ ഇവർ ആലോചിക്കുന്നുണ്ട്. ഓക്കെ, എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്ത് നിങ്ങളുമായൊരു പുതിയ ജീവിതം തുടങ്ങണം എന്ന് തന്നെ ഇവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു. അതേപോലെ ക്വീൻ ഓഫ് പെൻഡക്കിൾസ് വെച്ചിട്ട് നിങ്ങൾ ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊരു വ്യക്തിയാണ്. ഇവർക്ക് അതിനെ ചൊല്ലി നിങ്ങളുടെ അടുത്ത് വളരെ റെസ്പെക്റ്റും ഉണ്ട്. നിങ്ങൾ വളരെ കഴിവുള്ള ഒരു വ്യക്തിയാണെന്ന് തന്നെ ഇവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വളരെ ബഹുമാനത്തോടു കൂടിയുമാണ്, സ്നേഹത്തോടെയും ബഹുമാനത്തോടും കൂടി തന്നെയാണ് നിങ്ങളെപ്പറ്റി അവർ ചിന്തിച്ചിരുന്നത്. അതുകൊണ്ടും കൂടിയാണ് ഇവർക്ക് ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നത്. കാരണം നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ നിങ്ങളെ എത്ര കാലം വെയിറ്റ് ചെയ്യിക്കും, നിങ്ങൾ പെട്ടെന്ന് അവരെ വിട്ടു പോകാൻ തീരുമാനിച്ചാലോ എന്നൊരു ഭയം ഇവർക്ക് ഉണ്ട്. അതിനെപ്പറ്റിയും അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇനി എങ്ങനെ വെയിറ്റ് ചെയ്യാൻ പറയും എന്നൊക്കെയുള്ളൊരു ചിന്ത, നമുക്കൊരു ഭയം വരുമല്ലോ, അങ്ങനെ ചിന്തിക്കുന്നതായിട്ടും കാണുന്നു. ഓക്കെ, ഓവറോൾ സ്നേഹം തന്നെയാണ്. നിങ്ങളെ അവരുടെ ലൈഫ് പാർട്ട്ണറായിട്ട് തന്നെയാണ് അവർ കാണുന്നത്. ഓക്കെ, അങ്ങനെ തന്നെയാണ് അവർ ചിന്തിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു 999 ചൂസ് ചെയ്ത വ്യക്തികൾക്കുള്ള ഇന്നത്തെ റീഡിങ്. ഓക്കെ, അപ്പോൾ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പും കൂടെ ഒന്ന് ചെയ്ത് തരണേ.
അതേപോലെ സബ്സ്ക്രിപ്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നിങ്ങളുടെ എനർജി ത്രൂ ആണ് ഞാൻ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളുമായിട്ടൊരു ലിങ്ക് വേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, നമ്മൾ ഇടയിലുള്ള ലിങ്ക് എന്താണ്? സബ്സ്ക്രിപ്ഷൻ ആണ് കേട്ടോ. അതുകൊണ്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ, ഇനിയും പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് കാണാം. പേഴ്സണൽ റീഡിംഗ് അടുത്ത ആഴ്ച അവൈലബിൾ ആയിരിക്കും. ഈ ഒരു 1 വീക്ക് ഞാൻ യാത്രയിലാണ്, അതുകൊണ്ട് നമുക്ക് പേഴ്സണൽ റീഡിംഗ് എടുക്കാൻ സമയം കിട്ടുന്നില്ല. ഓക്കെ, അപ്പോൾ വേറെ വിശേഷമൊന്നുമില്ല. ഇനി അടുത്തൊരു റീഡിങ്ങുമായിട്ട് നമ്മൾ തമ്മിൽ കാണും വരെ എല്ലാവരും സേഫായിരിക്കുക, ഹാപ്പി ആയിരിക്കുക, സമാധാനമായിട്ടിരിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. ബൈ.